മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്. 18 വർഷങ്ങൾക്ക് ശേഷം PSC നിയമന ഉത്തരവ്. പക്ഷേ ഉദ്യോഗാർത്ഥിക്ക് ഇതിനോടകം വിരമിക്കൽ പ്രായം പിന്നിട്ടു. അതിശയിപ്പിച്ച് PSCയുടെ കെടുകാര്യസ്ഥത. സർക്കാർ ജോലി എന്ന സ്വപ്നത്തിനായി വർഷങ്ങളോളം കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് കാളികാവ് സ്വദേശി മൂച്ചിക്കൽ അബ്ദുൾ മജീദിന്റെ അനുഭവം. ഒരു സർക്കാർ ജോലിക്കായി പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥിക്ക് നിയമന ഉത്തരവെത്തിയത് 18 വർഷങ്ങൾക്കു ശേഷം. എന്നാൽ അതിനിടെ അദ്ദേഹത്തിന് വിരമിക്കൽ പ്രായം പിന്നിട്ടിരുന്നു എന്നതാണ് സംഭവത്തിലെ ഏറ്റവും അതിശയകരമായ ഭാഗം. മലപ്പുറം കാളികാവ് അഞ്ചച്ചവടി പൂച്ചപ്പൊയിൽ സ്വദേശി മൂച്ചിക്കൽ അബ്ദുൾ മജീദാണ് PSCയുടെ നടപടിയിൽ ദുരിതത്തിലായത്. 2005 കാറ്റഗറി നമ്പർ 229/2005 പ്രകാരം പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് തസ്തികയിലേക്ക് അദ്ദേഹം പരീക്ഷ എഴുതി. തുടർന്ന് പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ ഇടം നേടിയെങ്കിലും നിയമന നടപടികൾ നീണ്ടുപോയി. 3 വർഷത്തെ കാലാവധിയോടെ പ്രവർത്തിച്ച റാങ്ക് ലിസ്റ്റ് 2008 കാലഹരണപ്പെട്ടു. സാധാരണയായി റാങ്ക് പട്ടികയുടെ കാലാവധി കഴിഞ്ഞാൽ അതിലുൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകളും അവസാനിക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഉദ്യോഗാർത്ഥികളുടെ അഭാവം മൂലം മുൻപ് മാറ്റിവെച്ചിരുന്ന ഒഴിവിലേക്ക് നിയമനം നടത്താനുള്ള നടപടികളാണ് വീണ്ടും ആരംഭിച്ചത്. ഇതിനിടെ 2026 ഏപ്രിൽ 26 തൃശൂർ PSC ഓഫീസിൽ നിന്ന് അബ്ദുൾ മജീദിന് അപ്രതീക്ഷിതമായി അഡ്വൈസ് മെമ്മോ ലഭിക്കുകയും ചെയ്തു. 3 മാസത്തിനകം നിയമന ഉത്തരവുമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഔദ്യോഗിക രേഖകൾ പ്രകാരം അബ്ദുൾ മജീദിന് 60 വയസ്സ് പൂർത്തിയായിരിക്കുകയായിരുന്നു. 2010 തന്നെ നൽകേണ്ട നിയമന ഉത്തരവാണ് 2026 ലഭിച്ചതെന്നാണ് അബ്ദുൾ മജീദിന്റെ ആരോപണം. തസ്തിക വർഷങ്ങളോളം നികത്താതെ വെച്ചതും നടപടികൾ അനാവശ്യമായി വൈകിപ്പിച്ചതുമാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നാണ് നാട്ടുകാരും പറയുന്നത്. സംഭവത്തിൽ മറ്റൊരു കൗതുകകരമായ കാര്യവും അബ്ദുൾ മജീദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. SSLC ബുക്കിൽ ജനന തീയതി 1966 മെയ് 27 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ജനന തീയതി 1967 മെയ് 27 ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. രേഖയിലെ ഈ പിഴവ് തിരുത്താനായാൽ 1 വർഷമെങ്കിലും ജോലി ചെയ്യാൻ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇപ്പോൾ. ഇതിനായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ മുഖേന വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീന് നിവേദനവും നൽകിയിട്ടുണ്ട്. DD ഓഫീസിൽ പോയി അവിടെ അന്വേഷിച്ച് പറഞ്ഞത് ഞങ്ങൾ ജൂണിൽ നിങ്ങൾക്ക് നിയമന ഉത്തരവ് നൽകും. കാരണം അവധിക്കാലത്ത് നിയമനം നൽകൂല. അതുകൊണ്ട് 60 വയസ്സായി നിങ്ങൾക്ക് തന്നെ അവിടെ നിന്ന് ഹെഡ് മാസ്റ്റർ നിങ്ങൾ തിരിച്ചുവിടേ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ പറഞ്ഞു നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ഈ രേഖകളൊക്കെ അതിനുണ്ടാക്കിയതാണ്. അത് മാറ്റാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ അതും സ്റ്റക്കായി. ഇപ്പോൾ ഇനി ഞാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു പരാതി അയക്കാൻ പോവുകയാണ്. അതുപോലെ വേണമെങ്കിൽ ഉപഭോക്തൃ കോടതിയിൽ ഒരു പെറ്റീഷനും കൊടുക്കും. വിഷയത്തിൽ മാനുഷിക പരിഗണന വേണമെന്നാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യം. അബ്ദുൾ മജീദ് മുൻപ് വണ്ടൂരിലെ വനിതാ ഇസ്ലാമിക് കോളേജിൽ അറബിക് അധ്യാപകനായും സേവനം അനുഷ്ഠിച്ചിരുന്നു. മറ്റൊരു റാങ്ക് പട്ടികയിലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നെങ്കിലും പ്രൊട്ടക്ഷൻ അധ്യാപകർക്ക് മുൻഗണന നൽകേണ്ടി വന്നതോടെ ആ നിയമനവും നടക്കാതെ പോയി. ജീവിതത്തിന്റെ വലിയൊരു കാലയളവ് സർക്കാർ ജോലിയെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ഒരാൾക്ക് ഒടുവിൽ ലഭിച്ചത് നിയമന ഉത്തരവാണെങ്കിലും അതിനൊപ്പം എത്തിയിരിക്കുന്നത് വലിയ നിരാശയും കൂടിയാണ്. PSCയുടെ നടപടിക്രമങ്ങളിലെ വീഴ്ചകളും നിയമനങ്ങളിലെ അമിത കാലതാമസവും വീണ്ടും ചർച്ചയാകുന്ന സംഭവമായി ഇത് മാറിയിരിക്കുന്നു.